ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു 25 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ചെമ്മണ്ണിന് ചുവന്ന നിറം നൽകുന്നത് എന്ത്? ചെമ്മണ്ണിന് ചുവന്ന നിറം നൽകുന്നത് ഇരുമ്പ് ഓക്സൈഡാണ്. ജൈവാംശം ധാരാളമായി കാണപ്പെടുന്ന മണ്ണാണ് പർവ്വത മണ്ണ്. പർവ്വത മണ്ണിലാണ് ജൈവാംശം ധാരാളമായി കാണപ്പെടുന്നത്. നദികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോട്ടമോളജി. അപ്പോൾ ഈ പോട്ടമോളജി എന്ന് പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് റിവേഴ്സ് ആണ്. ജോഗ്രഫിക്കലി ഉള്ള സ്റ്റഡിയാണ് പോട്ടമോളജി എന്ന് പറയുന്നത്. പിന്നെ ലിംനോളജി എന്ന് പറഞ്ഞാൽ ഇൻലാൻഡ് വാട്ടേഴ്സ് മാത്രം ഉള്ളിലുള്ള, അതായത് പ്രധാനപ്പെട്ട ചെറിയ ചെറിയ നദികളില്ലേ, അങ്ങനെയുള്ള ഇൻലാൻഡ് വാട്ടേഴ്സിനെ പറ്റി മാത്രം പറയുന്നതാണ് ലിംനോളജി. മണ്ണിൻ്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് അലൂമിനിയം സൾഫേറ്റ്. പുതുതായി അവസാദ നിക്ഷേപം നടത്തി രൂപം കൊള്ളുന്ന മണ്ണ് ഖദർ. അപ്പോൾ ഇതിനകത്ത് ഇൻലാൻഡ് വാട്ടർ എന്ന് പറയുന്നതിനകത്ത് നദികളും ലേക്കും ഒക്കെ പെടുന്നതാണ്. അപ്പോൾ ഈ നദികളെ പറ്റി മാത്രം എസ്പെഷ്യലായിട്ട് പറയുന്നതാണ് പോട്ടമോളജി. ലിംനോളജി എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള, ഇപ്പോൾ സമുദ്രം ഒഴികെ ബാക്കി ഉള്ളിലുള്ള നദികൾ, ലേക്കുകൾ അതൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ ജനറലായിട്ട് പറയുന്നതാണ് ലിംനോളജി. പുതുതായി അവസാദ നിക്ഷേപം നടത്തി രൂപം കൊള്ളുന്ന മണ്ണാണ് ഖദർ മണ്ണ്. ഇന്ത്യയിൽ കറുത്ത മണ്ണ് വ്യാപകമായി കണ്ടുവരുന്ന പ്രദേശം ഡെക്കാൻ പീഠഭൂമി. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ കാണപ്പെടുന്ന മണ്ണേത്? ലവണമണ്ണ്. ചതുപ്പുനിലങ്ങളിൽ ജൈവവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ടുണ്ടാകുന്ന മണ്ണാണ് പീറ്റുമണ്ണ്. ചതുപ്പുനിലങ്ങളിലുള്ള മണ്ണാണ് പീറ്റുമണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ്. ഗുഹകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സ്പീലിയോളജി എന്നാണ് ഗുഹകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. മാൾവ പീഠഭൂമിയിലും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും പൊതുവെ കാണപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഹരിയാനയിലെ കർണാൽ. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്ന ബാക്ടീരിയ അസറ്റോബാക്ടർ ബാക്ടീരിയ. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് എന്നാണ്? 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആചരിച്ചത്. 2015. കായാന്തരിക ശിലകളും ആഗ്നേയശിലകളും പൊടിഞ്ഞ് രൂപപ്പെടുന്ന മണ്ണ്. കായാന്തരിക ശിലകളും ആഗ്നേയശിലകളും പൊടിഞ്ഞ് രൂപപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ്. മണ്ണിൻ്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കുമ്മായം അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനം മരുഭൂമി മണ്ണ്. മരുഭൂമി മണ്ണ്. മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് പെഡോളജി. ഫലപുഷ്ടി വളരെ കൂടുതലുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി. ഏറ്റവും ഫലപുഷ്ടി കൂടുതലുള്ള മണ്ണ് എക്കൽ മണ്ണ്. പഴയതും ഫലപുഷ്ടി കുറഞ്ഞതുമായ എക്കൽ മണ്ണാണ് ഭംഗർ എന്ന് പറയുന്നത് പഴയതും, അതായത് ഓൾഡ് എക്കൽ മണ്ണാണ് ഇത് ഭംഗർ. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് പെഡോജെനിസിസ് എന്നാണ്. ലാവാശില പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ധാതുക്കളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മിനറോളജി. ധാതുക്കൾ എന്ന് പറയുന്നത് മിനറൽസ് എന്നാണ്. ധാതുക്കളെക്കുറിച്ചുള്ള പഠനം മിനറോളജി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.